ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയൊക്കെ കാത്തിരിക്കുകയാണ്. കോടീശ്വരനായവരെ കാണാൻ വേണ്ടിയാണ് കേട്ടോ. ഏതായാലും ചന്ദ്രയുടെ ഓരോരോ പ്രകടനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സ്വർഗം കിട്ടിയ പോലെയാണ്. അപ്പം നല്ലൊരു ആലോചന തന്നെയാണ്. കൈവിട്ട് കളയാൻ പാടില്ല. എങ്ങനെയെങ്കിലും നമ്മുടെ സുധീനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം ആ പെൺകുട്ടീനെ. ആ പെൺകുട്ടി വീട്ടിലേക്ക് കയറി വരണം. എന്നാലല്ലേ കുറച്ച് പവറൊക്കെ കാണിക്കാനും അതുപോലെ തന്നെ രേവതിയുടെ മുമ്പിലും ഈ പറയുന്ന നമ്മുടെ രവീന്ദ്രൻ്റെയൊക്കെ മുമ്പിൽ വലിയ ആളാകണം. അതുപോലെ 50 ലക്ഷം രൂപ സച്ചിയുടെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കണം എന്നൊക്കെ ആ ഒരു പ്ലാനിങ് ഒക്കെയാണ് മനസ്സിൽ. അങ്ങനെ മകനെ അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുകയാണ്. ഒരു കെട്ടുകാഴ്ച പോലെ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ സുധീനെ ഒരു ജീൻസൊക്കെ ഇട്ട് ഇൻചെയ്തൊക്കെ ഇട്ട് വളരെ സ്മാർട്ടായ രീതിയിലൊക്കെ അണിയിച്ചൊരുക്കി നിർത്തി. അങ്ങനെ ആ വണ്ടി വന്ന് നിന്നു. അതാണ് നമ്മൾ അവസാന ഭാഗമായിട്ട് കണ്ടത്. അങ്ങനെ വണ്ടി വന്ന് നിന്ന ഉടനെ തന്നെ നമ്മുടെ ചന്ദ്ര വരൂ ഭാമേ വാ, നമുക്ക് പോയി അവരെ സ്വീകരിച്ച് അകത്ത് കയറ്റണ്ടേ, നിങ്ങൾ വാ എൻ്റെ മനുഷ്യ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രനെ വിളിച്ചുകൊണ്ട് ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും കാറിൽ നിന്നും ആകെ ഒരാളാണ് ഇറങ്ങുന്നത്. അത് വേറെ ആരുമല്ല, കാറിൻ്റെ ഡ്രൈവറിനെ കണ്ടതും ഒന്ന് ഞെട്ടിയപ്പം ചന്ദ്രയൊക്കെ ഇങ്ങനെ നോക്കും, ആരെയാ ഇറങ്ങുന്ന, ആരും കാണുന്നുമില്ല. അപ്പം നോക്കിയപ്പോൾ ആരുമില്ല. അപ്പം ആ ഡ്രൈവർ ഇങ്ങോട്ടേക്ക് കയറി വന്നിട്ട് ഭാമയോട് പറഞ്ഞു, അതെ എല്ലാവരും നോക്കി നിൽക്കുന്നത് ആരെയാണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ അവരാരും വരില്ല എന്ന് പറഞ്ഞു. അപ്പം ഭാമ, അതെന്താ അവർ വരാത്തത്? അത് വരാത്തത് എന്താണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അല്ല, ഇവിടുത്തെ ചെറുക്കന് മുമ്പൊരു കല്യാണം ആലോചിക്കുകയും അത് ഒരു കല്യാണം വരെ എത്തുകയൊക്കെ ചെയ്തു. എന്നിട്ട് ആ ചെറുക്കൻ ആ പെണ്ണിനെയും പറ്റിച്ചിട്ട് മുങ്ങി. ആ ചെറുക്കനെ കൊണ്ടല്ലേ ഈ പെണ്ണിനെ കെട്ടിക്കാൻ നോക്കുന്നത്. അവർ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ ഈ ചെറുക്കനെക്കുറിച്ച് അത്രയ്ക്ക് നല്ല അഭിപ്രായങ്ങളൊന്നും അല്ല നാട്ടുകാർ പറയുന്നത്. പ്രത്യേകിച്ച് ഒരു പാവപ്പെട്ട പെണ്ണിനെ പറ്റിച്ചിട്ട് ആ കതിർ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങിപ്പോയി വേറൊരു പെണ്ണിനെ തേടിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത്. ആ സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഈ വിവാഹവുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പം അത് പറയാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ വന്നത് പിന്നെ ഞങ്ങളുടെ ഒരു മാന്യതയാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫോൺ വിളിച്ചൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അതല്ലല്ലോ. നിങ്ങൾ ഏതായാലും കാത്തിരിക്കുമെന്നറിയാം. ഫോൺ വിളിച്ച് പറയുന്നതിനേക്കാൾ നല്ലത് ഇത് നിങ്ങളോട് വന്ന് പറയുന്നതാണ്. നിങ്ങളെക്കാളും നല്ല ഒരു മാന്യത ഞങ്ങൾക്കുണ്ടല്ലോ. നിങ്ങൾക്ക് ആ മാന്യത ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു കാര്യം മറച്ചു വെച്ച് ഈ വിവാഹം നടത്താൻ ശ്രമിച്ചത്. അപ്പോൾ എന്നോട് ഇത്രയും കാര്യമാണ് ഇവിടെ വന്ന് പറയാൻ പറഞ്ഞത്. അപ്പോൾ ഈ വിവാഹത്തിനോട് അവർക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞു. ഞാൻ ഏതായാലും ഇത് പറഞ്ഞു, എനിക്ക് ഇവിടെ വേറെ ഒരു റോളും ഇല്ല, ഞാൻ പോകുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി, അല്ലല്ല ചേട്ടൻ അവിടെ നിൽക്കുക, ഏതായാലും ഒരു സന്തോഷ വാർത്തയായിട്ടല്ലേ ചേട്ടൻ വന്നത്. അപ്പോൾ പെട്ടെന്ന് അയാളൊന്ന് ഞെട്ടിയിട്ടോ. കാരണം സന്തോഷ വാർത്ത എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇതിന്. അങ്ങനെ അയാളോട് പറയുകയാണ്, അതെ ഈ വണ്ടിയുടെ ഡ്രൈവറാണല്ലേ, ഞാനും ഒരു ഡ്രൈവർ തന്നെയാണ്. ഏതായാലും ചേട്ടൻ ഇവിടം വരെ വന്നതല്ലേ എൻ്റെ ചേട്ടാ, ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് അറിയാമോ? വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി. ചേട്ടൻ നിൽക്ക്, ഞാനിപ്പോൾ വരാം എന്നൊക്കെ പറഞ്ഞ് ആ കിച്ചണിലൊക്കെ കയറിപ്പോയി എന്തൊക്കെയോ പലഹാരങ്ങളൊക്കെ വാരി കൂട്ടി കൊണ്ടുവന്നിട്ട് ഇയാൾക്ക് പൊതി കെട്ടി കൊടുത്തിട്ട് പറഞ്ഞു, ഇതിവിടെ ഇരുന്ന വെറുതെ വേസ്റ്റായി പോവും, ഒരു കാര്യം ചെയ്യുക, ചേട്ടനെങ്കിലും ഉപകരിക്കുമല്ലോ, ചേട്ടൻ കുറച്ചിത് കഴിച്ചോ, ഒരു പ്രശ്നമില്ല, ദേ പോകുന്ന വഴിക്കൊക്കെ കഴിച്ചാലും മതി, ഇവിടെ നിന്ന് കഴിക്കണമെന്നൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ഏതായാലും നമ്മുടെ സച്ചിനെ കണ്ടോടനെ മോൻ കൊള്ളാമല്ലോ, ഏതായാലും മോന് ദേ ഈ പയ്യനെ പോലെ അല്ലായിരിക്കും അല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയുടെ മുഖമൊക്കെ അങ്ങനെ മാറി നിൽക്കുകയാണ്. കാരണം ചന്ദ്ര നാണം കെട്ട് വെളുത്ത് നിൽക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ആ ഒരു ഡ്രൈവർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നേരെ വണ്ടിയിൽ കയറി തിരിച്ചു പോയി. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ നീ കാണിച്ചു കൂട്ടിയതൊക്കെ കണ്ടിട്ടെ സത്യമായിട്ടും എനിക്കൊരു പേക്കൂത്ത് പോലെയാണ് തോന്നിയത്. കാരണം ഞാനൊന്നും പ്രതികരിച്ചില്ല എങ്കിലും നീ ഒരു കാര്യം ഓർക്കണം, സത്യം അത് മൂടി വെച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനെന്താണ് ചന്ദ്രേ വിജയം ഉണ്ടാകുന്നത്? അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും വിജയം ഉണ്ടായിട്ട് നിനക്കറിയാമോ? ഇല്ലല്ലോ. നീ നിൻ്റെ മകൻ്റെ ന്യൂനതകളൊക്കെ മറച്ചു വെച്ചിട്ട് ഈ വിവാഹം നടത്താൻ നോക്കിയിരുന്നുവെങ്കിൽ, വിവാഹം കഴിഞ്ഞിരുന്നുവെങ്കിൽ, അത് കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിക്കുന്നു എങ്കിൽ നീ ഒന്ന് ഓർത്തു നോക്ക്. അതുകൊണ്ട് ഞാൻ പറയുക, നിൻ്റെ മകന് കുറേ വിദ്യാഭ്യാസമുണ്ട്, അവന് കുറേ
പഠിച്ചിട്ടുമുണ്ട്. അന്നും പറഞ്ഞുകൊണ്ടേ വിവരം എന്ന് പറയുന്ന സാധനമില്ല. ആദ്യം നിന്റെ മകനെ നീ വിവരം എന്താണെന്നും ആൾക്കാരോട് എങ്ങനെ പെരുമാറണമെന്നും അതുപോലെ തന്നെ ഒരു ജോലിയും മേടിച്ചു കൊടുക്കുക. അല്ലാതെ ഇനിയും ഇവനെ കെട്ടുകാഴ്ച പോലെ ഇങ്ങനെ ഒരുക്കി നിർത്താനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിലേ ഇവന് വിവാഹം നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പം എന്താ രവിയേട്ടൻ ഇങ്ങനെ പറയുന്നത്? എൻ്റെ അവസ്ഥയൊന്ന് രവിയേട്ടൻ മനസ്സിലാക്കുക. അല്ല, അവൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കുക. അവൻ്റെ ആകെ തകർന്ന് നിൽക്കുക. അങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങ് വന്നിട്ട്, ഓഹോ, അപ്പോൾ പൊന്നുമോൻ തകർന്ന് നിൽക്കുന്നത് കണ്ടിട്ട് വേദനയുണ്ടല്ലേ? നിങ്ങൾക്കൊക്കെ വേദനയുണ്ടല്ലേ? എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ സിറ്റുവേഷൻ തന്നെയായിരുന്നുവല്ലോ സുധി കൊടുത്തത് ആർക്കാ? ദേ ഈ നിൽക്കുന്ന രേവതിക്കും രേവതിയുടെ വീട്ടുകാർക്കും. അപ്പോൾ അവരെന്തുമാത്രം വേദന അനുഭവിച്ചു കാണും എന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇപ്പം നിങ്ങൾ ഈ അനുഭവിച്ച വേദനയുടെ ഇരട്ടി വേദനയാണ് അവർ അനുഭവിച്ചത്. അതെങ്കിലും ഒന്ന് മനസ്സിലാക്കി ചെയ്യത്തില്ലായിരുന്നു നിങ്ങൾക്ക്? പിന്നെ ഇതെല്ലാം പകരത്തിന് പകരം ദൈവം തന്നൊരു തിരിച്ചടിയാണെന്ന് കൂട്ടിക്കോ. പക്ഷേ ഞാനാകപ്പെട്ടു പോയല്ലോ. ഞാൻ ആ 50 ലക്ഷം രൂപ കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാ. ഇനിയിപ്പോൾ 50 ലക്ഷത്തിന് ദേ എൻ്റെ പൊന്നു സുധി മര്യാദയ്ക്ക് ജോലിക്ക് വെക്കോ, അല്ലെങ്കിൽ ആ 50 ലക്ഷം ഞാൻ നിൻ്റെ കുത്തിന് പിടിച്ച് മേടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. നീ മര്യാദയ്ക്ക് അങ്ങോട്ട് ജോലിക്ക് വെക്കോ. പിന്നെ നിനക്ക് ഇതൊക്കെ ഉണ്ടായതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഇതുപോലെ ഒരു മാരണത്തെ ആണല്ലോ നീ എൻ്റെ തലയിൽ കെട്ടിവെച്ചത്. നീ ഇവളെ വിവാഹം കഴിക്കുമായിരുന്നെങ്കിൽ ഇവൾ എൻ്റെ തലയിൽ വന്ന് കയറില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടത് നമ്മുടെ രേവതിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു കേട്ടോ. കാരണം രേവതിക്ക് ഒട്ടും സഹിച്ചില്ല. ഏതായാലും രേവതി ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി നേരെ റൂമിലേക്ക് പോയ പുറകെ ആണെങ്കിൽ നമ്മുടെ സച്ചിയും പോയിട്ടോ. അപ്പം സച്ചി പോയി ചെന്ന ഉടനെ തന്നെ നമ്മുടെ രേവതി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പുറപുറക്കാൻ തുടങ്ങി. കാരണം വേറെ ഒന്നുമല്ല, രേവതിയുടെ മനസ്സിൽ ഇങ്ങനെ വിങ്ങി ഇരിക്കുകയാണല്ലോ. നിങ്ങളെ ഞാൻ എന്ത് കുറ്റമാണ് ഞാൻ നിങ്ങളോട് ചെയ്തത്? നിങ്ങൾ എപ്പോഴും നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഞാൻ നിങ്ങളുടെയൊക്കെ ഒരു ഭാരമാണെന്നും എന്നെ തലയിൽ കെട്ടിവെച്ചതാണെന്നൊക്കെ. പക്ഷേ ഉണ്ടല്ലോ, സത്യത്തിൽ നിങ്ങളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചത് എല്ലാവരും കൂടെ ചേർന്ന് നിങ്ങളൊരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ, നിങ്ങൾ ഈ വിവാഹം വേണ്ടാന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ വിവാഹം നടക്കില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ ഈ വിവാഹം വേണ്ടാന്ന് പറഞ്ഞില്ല. അതുപോട്ടെ, നിങ്ങളുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ പറഞ്ഞു നിങ്ങളെന്തോ വലിയവനാണെന്നും നിങ്ങൾ നല്ല മനസ്സുള്ളവനാണെന്നും ഒക്കെ. പക്ഷേ എനിക്കറിയായിരുന്നു ഈ ഭൂലോകത്തിൽ ഏറ്റവും വൃത്തികെട്ട മനുഷ്യനാ നിങ്ങൾ. അതുകൊണ്ടാണല്ലോ ആ പാതിരാത്രി എന്നെ കൂട്ടുകാരുടെയൊക്കെ എടുത്തു കൊണ്ടുപോയി. അതൊക്കെ ഓർക്കുമ്പോഴേ സത്യത്തിൽ എൻ്റെ തൊലി ഉരിഞ്ഞു പോവുക. അന്ന് ആ ഹൗസ് ഓണർ എന്നെ നോക്കി എന്തൊക്കെയാ പറഞ്ഞത്? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലേ വേറെ ഏത് ഭർത്താക്കന്മാരാണെങ്കിലും അതൊന്നും കേട്ടോണ്ട് നിൽക്കില്ല. എന്നിട്ടും എന്നെ അവിടെ പിടിച്ചു നിർത്തി. എന്നിട്ട് നിങ്ങളുടെ കൂത്താട്ടം കാണുവാനുള്ള അവസരം എനിക്ക് ഉണ്ടാക്കി തന്നു. ഞാൻ ഇറങ്ങിപ്പോന്നപ്പം എങ്കിൽ പിന്നെ പോകണ്ട, ഒരുമിച്ച് പോകാമെന്നൊരു വാക്ക് നിങ്ങൾ പറഞ്ഞോ? ഇല്ലല്ലോ. ആ പാതിരാത്രി എന്നെ തനിയെ വിട്ടു. അതെ, ഇതൊന്നും എനിക്ക് അത്രയ്ക്ക് ശീലമുള്ള കാര്യമൊന്നുമല്ല. എൻ്റെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്, അതുപോലെ പല കാര്യങ്ങളും. പക്ഷേ ഇതുവരെ ആത്മാഭിമാനം എന്ന സാധനം വിറ്റേ ഞങ്ങൾ ജീവിച്ചിട്ടില്ല. നിങ്ങളുടെ കൂടെ വന്നിട്ട് അതും എനിക്കിപ്പം നേടേണ്ടി വന്നു. ആത്മാഭിമാനം എന്ന സാധനം അതിപ്പം എനിക്ക് നഷ്ടമായി കഴിഞ്ഞു. കാരണം ഇപ്പം എല്ലാവരും എന്നെ നോക്കുന്നതേ നിങ്ങളുടെ ഭാര്യയായിട്ടാണ്. നിങ്ങളുടെ ഭാര്യ എന്ന നിലയിൽ എൻ്റെ അഭിമാനം മൊത്തം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അതും ഇതും എണ്ണിപ്പിറക്കാൻ തുടങ്ങി. സച്ചിക്ക് ദേഷ്യം വന്നിട്ട് സച്ചി പറഞ്ഞു, നീ ഇവിടെ കിടന്ന് പട്ടി ചലിക്കുന്ന പോലെ കിടന്ന് ചലച്ചോ. എനിക്കിതൊന്നും കേട്ടോണ്ട് നിൽക്കാൻ നേരമില്ല. നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞു. അത് ഞാൻ അറിയാതെ ചെയ്തു പോയതാ. അത് നിനക്കും അറിയാം, എനിക്കും അറിയാം. ആ സമയത്ത് എനിക്ക് വെളിവില്ലായിരുന്നുവെന്ന്. നിങ്ങൾക്ക് ഏത് സമയത്താണ് വെളിവുള്ളത്? സത്യം പറഞ്ഞാലേ നിങ്ങൾക്ക് കള്ളു കുടിക്കുമ്പോഴും വെളിവില്ല, കള്ളു കുടിക്കാതിരിക്കുമ്പോഴും വെളിവില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ്. എങ്കിലേ കണക്കായിപ്പോയി. എനിക്ക് ഓട്ടം ഉണ്ട്. എനിക്കിവിടെ നിന്നോട് കിന്നരിച്ചുകൊണ്ട് നിൽക്കാനും നിൻ്റെ സങ്കടങ്ങൾ കേൾക്കാനും ഒന്നും എനിക്ക് നേരമില്ല. എനിക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട്. എനിക്ക് എൻ്റെ വണ്ടിയുടെ CC അടയ്ക്കണമെങ്കിലേ ഞാൻ തന്നെ കഷ്ടപ്പെടണം. അതുകൊണ്ട് ഞാൻ പോകുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങ് പോകുകയാണ്. രേവതി എന്ത് ചെയ്യാനാണ്? പിന്നെ രേവതിക്ക് അവിടെ തന്നെ നിന്ന് പറയാനോ സംസാരിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് പിന്നെ രേവതിക്ക് സംസാരിക്കാനും പറ്റില്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഭാമേനെയാണ് കേട്ടോ. ഭാമേനയല്ല, സോറി, ചന്ദ്രേനെയാണ്. ചന്ദ്രയാണെങ്കിൽ വളരെ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ ഇങ്ങനെ ദൈവത്തിൻ്റെ, അതായത് അമ്പലത്തിൽ ഇങ്ങനെ പോയി പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താ, വലിയൊരു സംഭവം തന്നെയാണല്ലോ നടന്നിരിക്കുന്നത്. മകന് വേണ്ടി ആലോചിച്ച കോടീശ്വരിയായ പെണ്ണിനെ നഷ്ടപ്പെട്ട നമ്മുടെ ചന്ദ്രയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല സങ്കടം. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ സുധിയാണെങ്കിൽ വാതിലടച്ചിരിക്കുകയാണ് കേട്ടോ. വാതിൽ തുറക്കുന്നേ ഇല്ല, വാതിലടച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്.
പല പല കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയമാണ് ചന്ദ്ര ഇങ്ങനെ അമ്പലത്തിൽ പോവുകയും അവിടെ ഭാമ എത്തിയിട്ട് പറഞ്ഞു, എന്താ ചന്ദ്ര നീ കാണിക്കുന്നത്? നീ ഇങ്ങനെ ഇരുന്നിട്ട് നിനക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ ചന്ദ്രേ? നീ ഇങ്ങനെ ഇരിക്കാതെ ചന്ദ്രേ, ബാ നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറയുമ്പം ഇല്ല ഭാമേ, ഞാൻ എന്തിനാ വീട്ടിലേക്ക് വരുന്നത്? എനിക്ക് ആ വീട്ടിലേക്ക് വരുമ്പോൾ സത്യം പറഞ്ഞ പേടിയാ. എനിക്ക് ആ വീട്ടിലെ എല്ലാവരെയും പേടിയാ. എന്നെയും എൻ്റെ മകനെയും കൊത്തിപ്പറിക്കാൻ വേണ്ടി നിൽക്കുക കഴുകന്മാരെ പോലെ, വൃത്തികെട്ട ജന്തുക്കൾ. പ്രത്യേകിച്ച് ആ സച്ചി എൻ്റെ മോനെ എന്തൊക്കെയാ പറഞ്ഞതെന്ന് നിനക്കറിയാലോ. ഭാമ എൻ്റെ മോന് അവൻ എന്തുമാത്രം വേദനിക്കുന്നുണ്ടാകും. അപ്പോഴത്തേക്കും ഭാമ പറഞ്ഞു, നീ സമാധാനമായിട്ടിരിക്കുക, ഒരു കാര്യം ഞാൻ പറയാം, വേറെ ഒന്നും നീ ചിന്തിക്കണ്ട. അവനെ വിവാഹം കഴിച്ചില്ലല്ലോ, അവൻ്റെ വിവാഹം കഴിഞ്ഞില്ലല്ലോ. എടി എത്രയെത്ര പേരാടി ഡിവോഴ്സായി മാറി ജീവിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് അക്കിടി പറ്റിയ അതുപോലെ തന്നെ ഒത്തുചേരാൻ പരിശ്രമിച്ചിട്ടും ചേരാത്തവരൊക്കെ പലവരും ഇപ്പോൾ ഡിവോഴ്സ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. അപ്പം അതുപോലെ ഡിവോഴ്സൊന്നും ആയിട്ട് നിൽക്കുന്നവർ അല്ലല്ലോ നമ്മുടെ സുധി. അങ്ങനെ ഡിവോഴ്സ് ചെയ്തവർക്ക് വരെ പെണ്ണുങ്ങൾ കിട്ടാനുണ്ട്. പിന്നെയാണോ നമ്മുടെ സുധിക്ക് പെണ്ണ് കിട്ടാൻ പറ്റാത്തത്? അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, ഇതിനേക്കാളും ഏതോ മിടുക്കി പെണ്ണ് സുധീനെ തേടിയിരിപ്പുണ്ട്. അവന് വരച്ച വിധി അതെന്താണെന്ന് വെച്ചാൽ അവന് കിട്ടും. അതുപോലെ തന്നെ അവനൊരു പെണ്ണുണ്ട്, ആ പെണ്ണിനെ അത് ഉറപ്പായിട്ടും അവന് കിട്ടിയിരിക്കും. നമുക്ക് നോക്കാം, ഇതിനേക്കാളും വലിയ കോടീശ്വരിനെ ഞാൻ നിനക്ക് കൊണ്ടു തന്നാൽ പോരെ? അതുകൊണ്ട് നീ എണീറ്റ് അല്ലാതെ ഇവിടെ വന്ന് ചുമ്മാ ഇരുന്ന് സമയം കളയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്രനെ കൂട്ടിക്കൊണ്ട് ഭാമ വന്നു. അങ്ങനെ ചന്ദ്ര നേരെ വീട്ടിലേക്ക് കയറി വരികയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്ര നേരെ വീട്ടിലേക്ക് കയറി വന്നുകൊണ്ട് സുധി എന്തെന്ന് ചോദിച്ചു രേവതിയോട്. അപ്പോൾ രേവതി പറഞ്ഞു, എനിക്കറിയില്ല, അമ്മയ്ക്ക് ചായ വേണമെങ്കിൽ എനിക്കറിയില്ലെന്നൊന്നും പറഞ്ഞില്ല, മിണ്ടാതിരുന്നു. അല്ല അമ്മയ്ക്ക് ചായ വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞ് ചായ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ചായയും കോപ്പൊന്നും വേണ്ട, ഞാൻ സുധി എന്തെന്നല്ലേ നിന്നോട് ചോദിച്ചത്, അതിനുള്ള ആൻസർ നിനക്ക് തരാൻ പറ്റുമോ? സുധി എവിടെ പോയി? എനിക്കിപ്പോൾ സുധീനെ കാണണം എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, അതെ നിൻ്റെ സുധീനെ ഇവിടെ ആരും കൂടി കയറ്റിക്കൊണ്ടൊന്നും പോയിട്ടൊന്നുമില്ല. നിൻ്റെ സുധി നീ പോയത് എപ്പോഴാ? അപ്പം നിൻ്റെ സുധി കയറിയതല്ലായിരുന്നു ആ റൂമിൽ, അവിടെ തന്നെ അവൻ ഇരിപ്പുണ്ട്. അവൻ വെളിയിലും ഇറങ്ങിയിട്ടില്ല, സംസാരിച്ചിട്ടുമില്ല. അവന് ഏതായാലും ആ റൂമിനകത്തുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര പേടിച്ചിട്ട് റൂമിനകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ സുധിയാണെങ്കിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വല്ലാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ സുധീനെ കണ്ടുകൊണ്ട് എന്താ മോനെ ഈ കാണിക്കുന്നത്? മോന് എന്താ പറ്റിയത്? മോൻ ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. മോന് വെളിയിലേക്കൊക്കെ ഇറങ്ങി നടന്നേ. ഇല്ലമ്മേ, എന്തിനാ ഞാൻ വെളിയിലേക്ക് ഇറങ്ങി നടക്കുന്നത്? ഒരു കോമാളിയാകാനോ? എനിക്കറിയാം, ഒരു കോമാളിയാകാൻ തന്നെയല്ലേ അവൻ പറഞ്ഞല്ലോ, ഒരു കോമാളിയാ ഞാനെന്ന്. അതെ, ഞാനൊരു കോമാളി തന്നെയാണ്. ഇപ്പം എല്ലാവരുടെയും മുമ്പിൽ വെറും ഒരു കോമാളി. ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ എനിക്ക് പറ്റില്ല ഈ വിവാഹത്തിനെന്ന്. അപ്പം അമ്മ എന്നെ നിർബന്ധിച്ചു. എന്നിട്ടിപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ അമ്മയും ഞാനും ഒക്കെ നാണം കെട്ടില്ലേ. ഞാനൊരു കാര്യം പറയാമേ, എനിക്ക് പറ്റില്ല, എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഞാൻ ഇവിടുന്ന് പോവുക. എനിക്ക് സത്യം പറഞ്ഞാൽ ചത്ത് കളയാൻ വരെ തോന്നുക എന്ന് പറയുമ്പം മോൻ അങ്ങനെയൊന്നും പറയാതെ മോനെ. ഇപ്പം അവർക്കാണ് അവസരം കിട്ടിയതെങ്കിൽ നാളെ നമുക്ക് ആ അവസരം തിരിച്ചു വരും. നീ നോക്കിക്കോ, ഇതിനെല്ലാം നമ്മൾ പകരം ചോദിക്കും. ഈ ഒരു തവണ ആ പെണ്ണിന് മോനെ വിധിച്ചിട്ടില്ല എന്ന് കൂട്ടിക്കൊണ്ടാൽ മതി. മോനെ പോലെ നല്ല സൽസ്വഭാവിയായ ഒരു പയ്യനെ, ഇത്ര വിദ്യാഭ്യാസമുള്ളൊരു പയ്യനെ ആ പെണ്ണിന് വിധിച്ചിട്ടില്ല. അതുമാത്രം മോൻ കരുതിയാൽ മതി. മോൻ വേറൊന്നും കരുതണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീനെ ഇങ്ങനെ സമാധാനപ്പെടുത്തുക. അങ്ങനെ സുധീനെ വിളിച്ചുകൊണ്ട് വെളിയിലേക്ക് വന്നു കേട്ടോ നമ്മുടെ ചന്ദ്ര. അങ്ങനെ സുധി വെളിയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ അവിടെയുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, നീ വിഷമിക്കൊന്നും വേണ്ട, കാരണം വിഷമിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ഇങ്ങനെ പിന്മാറി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യണം. ആ ഒരു 50 ലക്ഷം രൂപ കൊണ്ടുപോയി ആ പെണ്ണുണ്ടല്ലോ, അവൾക്കെതിരൊരു കേസ് കൊടുക്കണം എന്ന് പറയുമ്പം അതിനവളിവിടെ ഇല്ലച്ചാ, അവൾ കാനഡയിലല്ലേ. കാനഡയിൽ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ രസം തോന്നും കേട്ടോ. നമ്മുടെ സുധിയുടെ ആ ഒരു സംസാരം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടൻ തന്നെയാണ്, ഭയങ്കര പൊട്ടൻ തന്നെയാണ്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അവളിപ്പോൾ ഇവിടെ ഇല്ല, കാനഡയിലായിരിക്കും. പക്ഷേ കാനഡയിൽ നിന്ന് തിരിച്ചു വരുന്നൊരു ദിവസം ഉണ്ടാവുമല്ലോ. ഏതായാലും നമ്മളിതൊരു കേസ് കൊടുത്തിട്ട് ഇടുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ കേസ് കൊടുത്തിട്ടില്ലെങ്കിൽ അത് നമുക്ക് തന്നെ ദോഷം ചെയ്യും. എന്നെങ്കിലും ആ തുക തിരിച്ച് കിട്ടുമെങ്കിൽ അത് അത്രയും നല്ലതല്ലേ. അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഏതായാലും നീ ഒരു കാര്യം ചെയ്യുക, നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ പോകാമെന്ന് പറഞ്ഞ് രവി അങ്ങ് പോയപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, അച്ഛൻ പറഞ്ഞാൽ മോനെ ശരിയാ, മോൻ ചെന്നിട്ട് രവിയേട്ടൻ്റെ കൂടെ പോയിട്ട് ഒരു പരാതി എഴുതി കൊടുക്കുക. എപ്പോഴാണെങ്കിലും അവൾ ഈ ഒരു നമ്മുടെ കേരളത്തിലേക്ക് വരുന്നൊരു സമയം ഉണ്ടായിരിക്കും. അവളുടെ വീടും കുടുംബമൊക്കെ ഇവിടെ ഉള്ളതാണെങ്കിൽ അവൾ വരും. കറക്റ്റായിട്ട് അപ്പം പിടിക്കുകയും 50 ലക്ഷം രൂപ നമുക്ക് കൈയോടുകൂടി മേടിക്കുകയും ചെയ്യണം.
അപ്പോൾ നമ്മുടെ സുധി ആ ശരി അമ്മയെന്നും പറഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ്റെ പുറകെ പോവുകയാണ്. പിന്നെ കാണിക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതിനെയാണ്. അപ്പോൾ രേവതി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം പൂ എടുക്കാനൊക്കെ ഇങ്ങനെ പോവുകയാണ്. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് പരിചയമുള്ള ഒരാൾ വരുന്നത്. അതായത് ഈ ഒരു പണയം വെക്കുന്ന കടയിലെ ആളാണ് കേട്ടോ. അപ്പം അയാൾ കണ്ട ഉടനെ വിശേഷമൊക്കെ തിരക്കിയിട്ട് പറഞ്ഞു, അതെ രേവതിയുടെ ഹസ്ബൻഡിനെ ഞാൻ കണ്ടായിരുന്നു, ആൾ നല്ല സ്മാർട്ടാണ് കേട്ടോ, നല്ല സ്മാർട്ടുമാണ്, നല്ലൊരു പയ്യനാണ്, ഏതായാലും രേവതിയുടെ ഭാഗ്യം തന്നെയാണെന്ന് പറഞ്ഞപ്പം അല്ല എങ്ങനെയാ സാറ് അവരെ കണ്ടത്, എങ്ങനെയാ കണ്ടത്? അതോ ഞാൻ വേറെ എങ്ങനെ കാണാനാ, ഞാൻ എപ്പോഴും കടയിൽ തന്നെയല്ലേ മോളെ, കടയിൽ ഒരു ദിവസം പണയം വെക്കാൻ വേണ്ടി വന്നു, എന്താ ചെയിനാന്ന് തോന്നുന്നു, കഴുത്തിലൊരു ചെയിൻ ഉണ്ടായിരുന്നു, അപ്പോൾ അത് അത്യാവശ്യമായിട്ട് പണയം വെക്കാൻ വന്നു കേട്ടോ. ഞാൻ ഏതായാലും നല്ലൊരു തുക കൊടുത്തിട്ടുണ്ട്, രേവതിയുടെ ഹസ്ബൻഡാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ നല്ലൊരു തുകയും ഞാൻ വിട്ടത്, ഏതായാലും നല്ലൊരു ചെറുക്കനാട്ടോ, ഏതായാലും മോക്ക് ഭാഗ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളങ്ങ് പോയി. ഇയാൾ പോയപ്പോഴാണ് നമ്മുടെ രേവതിക്ക് മനസ്സിലാവുന്നത്, വേറൊന്നുമല്ല രേവതിക്ക് മനസ്സിലാവുന്നത്, ആ ഒരു മാല കൊണ്ടപ്പം പണയം വെച്ചതാണെന്ന്. ഏതായാലും നമ്മുടെ രേവതി തിരിച്ച് വീട്ടിലെത്തി സച്ചി എത്തി. പിന്നെ അങ്ങോട്ട് സച്ചിക്ക് പൊതിരമായിരുന്നു. സച്ചിയോട് അങ്ങോട്ട് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയില്ലേ, നിങ്ങൾ എൻ്റെ മാല കൊണ്ടുപോയി പണയം വെച്ചിട്ട് കള്ളു കുടിച്ചില്ലേ, അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ, മറ്റത് ചെയ്തില്ലേ, മറിച്ചത് ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞ് സച്ചിയുടെ മെക്കിട്ട് അങ്ങ് കയറി. സച്ചി പറഞ്ഞു, നിൻ്റെ മാല കൊണ്ടുപോയി പണയം വെച്ചു, അത് ശരിയാ, അത് ഞാൻ ചെയ്ത തെറ്റ്, അത് നിന്നോട് ഞാൻ പറഞ്ഞുമില്ല, അത് ഞാൻ മറച്ചു വെച്ചു, അത് ഞാൻ ചെയ്ത തെറ്റ്. പക്ഷേ നീ ഇപ്പം പറഞ്ഞില്ലേ ആ മാല കൊണ്ടുപോയി പണയം വെച്ചെന്ന്, ആ പണയം വെച്ചത് എനിക്ക് കള്ളു കുടിക്കാൻ വേണ്ടിയല്ല, അതെന്തിനാണെന്ന് ഇപ്പം ഞാൻ നിന്നോട് പറയുന്നില്ല, എനിക്കിപ്പോൾ അതിനുള്ള മനസ്സില്ല. പിന്നെ നീ വിചാരിക്കുന്നത് പോലെ വിറ്റും പിറക്കിയൊന്നും കള്ളു കുടിച്ചേ ഒരു മുഴുകുടിയനായിട്ട് നടക്കുകയല്ല ഞാൻ. അതുകൊണ്ട് നിന്നോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, തെറ്റാണെന്ന് ഞാൻ അംഗീകരിച്ചല്ലോ, പക്ഷേ എനിക്ക് വേറൊന്നും അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോവുക കേട്ടോ ചെയ്യുന്നത്. ഏതായാലും ഇതൊക്കെ വലിയൊരു വഴക്കായിട്ട് അവിടെ മാറുകയാണ്, വലിയൊരു വഴക്കായിട്ട് മാറി. ഇതൊക്കെ എല്ലാവരും കേട്ടു കേട്ടോ, രവീന്ദ്രനും ചന്ദ്രയൊക്കെ കേട്ടു. സുധിക്കൊക്കെ പിന്നെ സന്തോഷിക്കാൻ വേറെ വല്ലതും വേണോ, ഇത് മതിയല്ലോ സുധിക്കൊക്കെ സന്തോഷിക്കാൻ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പം വീണ്ടും എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.